ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വ്ളോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. വേണ്ട മുൻകരുതലുകളൊക്കെ എടുക്കുന്നുണ്ടല്ലോ അല്ലേ? ഇത് ഒരു പുതിയ യാത്രയുടെ ഒരു വിശേഷങ്ങളുമായിട്ടാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. അതായത് കഴിഞ്ഞ 2-2.5 മാസം മുമ്പ് ഒരു യാത്ര പോയുണ്ടായി. ഡാം കാണാൻ പോയിട്ട് മരുഭൂമി കണ്ട് തിരിച്ചു വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഒരു പുതിയ യാത്ര പ്ലാൻ ചെയ്യുന്നത്. ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളായ റഷീദും ഷമീറും കൂടെയാണ് ഈ ഒരു ട്രിപ്പിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. റഷീദ് പണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഷമീർ ഇത് ആദ്യമായിട്ടാണ് നമ്മളോട് ജോയിൻ ചെയ്യുന്നത്. ഇപ്രാവശ്യത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ബോട്ട് യാത്ര. അത് എന്താ പറയുക, മെറീനയിൽ നിന്ന്, ദുബായ് മെറീനയിൽ നിന്ന്, അവിടെയാണ് ദുബായ് മെറീന ബേയിൽ പോയിട്ട് വേണം അവിടെ നിന്ന് ഒരു ബോട്ട് സംഘടിപ്പിക്കണം. അവിടെ ചെന്നിട്ട് വേണം തീരുമാനിക്കാൻ ഏത് ബോട്ട് വേണം എന്നുള്ളത്. അവിടെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതായത് യാട്ടുകളുണ്ട്, ഫെറി ബോട്ടുകളുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഡൈനിങ് ക്രൂസുകളുണ്ട്. അത്ര വലിയ ഒരു ബഡ്ജറ്റ് പരിപാടിയൊന്നുമില്ല. ഏതെങ്കിലും ഒരു ചെറുത് ഒരു മണിക്കൂറോ 1.5 മണിക്കൂറോ ഇറങ്ങാൻ പറ്റുന്ന ഒരു ബോട്ട് പോവുക എന്നുള്ളതാണ് ലക്ഷ്യം. അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, ചെന്നതിന് ശേഷം തീരുമാനിക്കും. അവിടെ അവിടെ കുറേ ഓഫീസുകളൊക്കെ ഉണ്ട്, ഏജൻസ് ഉണ്ട്. അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വിവരങ്ങൾ കിട്ടും. അതനുസരിച്ച് തീരുമാനിക്കാമെന്നാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു വലിയ മാളാണ് ദുബായ് മറീന മാൾ. അതായത് സാമാന്യം വലിയൊരു മാൾ തന്നെയാണ്. ദുബായിലുള്ള മാളുകളിൽ വെച്ച് തരക്കേടില്ലാത്തൊരു വലിയ മാൾ തന്നെയാണ് മറീന മാൾ. അപ്പോൾ അതിൻ്റെ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്തു. അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലം. റോഡ് സൈഡിലൊന്നും വേണ്ട, നല്ല കവേർഡ് പാർക്കിംഗ് ആണ്. പിന്നെ അതിൻ്റെ അകത്ത് ഉള്ള കുറച്ച് ചെറിയ കാഴ്ചകളൊക്കെ കണ്ടു. കുറച്ച് വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്തു. അപ്പോഴേക്കും സെക്യൂരിറ്റി വന്നിട്ട് പ്രശ്നമാക്കി, പറഞ്ഞതിനകത്ത് വീഡിയോ ഷൂട്ടിംഗ് അലൗഡ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ക്യാമറ അവിടെ നിന്ന് തന്നെ കൂട്ടിക്കെട്ടി വെക്കേണ്ടി വന്നു. അതിന് നേരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, അതായത് ഈ മാളിൽ നിന്ന് അതായത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങുക, അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ നേരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെയാണ് ഈ മറീന ബേ ഉള്ളത്. അതായത് ബോട്ടുകളെല്ലാം എന്താ പറയുക പുറപ്പെടുന്ന സ്ഥലം. അവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേണം ഇനി ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏതാണ് നല്ലൊരു ഓപ്ഷൻ നമുക്കുള്ളത്. നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയ, നമ്മുടെ എന്താ പറയുക, 1 മണിക്കൂറോ 1.5 മണിക്കൂറോ കൊണ്ട് യാത്ര ചെയ്ത് തീർക്കാൻ പറ്റിയ ഏതൊക്കെ അതാണ് ആ ഓപ്ഷൻസാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നാണ്. കുറച്ച് നേരത്തെ അന്വേഷണത്തിന് ശേഷം നമ്മളൊരു ബോട്ട് കണ്ടുപിടിച്ചു. ദുബായ് RTയുടെ ഉടമസ്ഥയിലുള്ള ഒരു ബോട്ടാണത്. അവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ബോട്ടാണ്. അതായത് പെർ ഹെഡ് 50 ദിർഹമാണ് ചാർജ്. 1 മണിക്കൂറാണ് ഡ്യൂറേഷൻ. പുറംകടലിൻ്റെ സൈഡ് വരെയൊക്കെ പോയിട്ട് വരും. അതായത് പാം ജുമേര ഇതിലുള്ള ഏറ്റവും വലിയ ഹോട്ടലായ അറ്റ്ലാന്റിസിൻ്റെ അടുത്ത് വരെ പോയിട്ട് തിരിച്ചു വരും. ഒരു സൈഡ് അറ്റ്ലാന്റിസും മറ്റേ സൈഡ് പുറംകടലും. 1 മണിക്കൂറാണ് ദൈർഘ്യം. അപ്പോൾ അങ്ങോട്ട് പോയി അതേ റൂട്ടിൽ കൂടെ തന്നെ അത് തിരിച്ചു വന്നിട്ട് ഇവിടെ തന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റും. ഇതാണ് നമ്മൾക്ക് പോകേണ്ട ബോട്ട്, RTയുടെ ഉടമസ്ഥയിലുള്ള ബോട്ട്. ഏതാണ്ട് ഇനി 1 മണിക്കൂർ സമയമുണ്ട് ബോട്ട് യാത്ര പുറപ്പെടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ആ മെറീനയിൽ തന്നെ കുറച്ചു നേരം കറങ്ങി അവിടെയുള്ള കുറച്ച് ദൃശ്യങ്ങളെല്ലാം ചിത്രീകരിച്ചു തുടങ്ങി. ഇതിനു മുമ്പ് ഇവിടെ വന്ന് കണ്ടിട്ടുള്ളതായിട്ട് താരതമ്യം വെച്ച് നോക്കുമ്പോൾ വളരെ കുറവ് യാട്ടുകൾ മാത്രമേ ഇപ്പോൾ ഇവിടെ കാണുന്നുള്ളൂ. ഇതിനു മുമ്പൊക്കെ വന്ന് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇടതടവില്ലാതെ യാട്ടുകൾ ഇങ്ങനെ ഇവിടെ കാണാമായിരുന്നു. ഇതിൽ നല്ലൊരു ശതമാനം പ്രൈവറ്റ് ഉടമസ്ഥതയിലുള്ളതാണ്. ഓരോരുത്തർ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന യാട്ടുകളാണ്. റെൻ്റൽ യാട്ടുകളും ഉണ്ടാവാം, പക്ഷേ എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പലതും സ്വന്തമായിട്ടുള്ള, ഓരോരുത്തർക്ക് സ്വന്തമായിട്ടുള്ള യാട്ടുകളാണ്, പ്രൈവറ്റ് യാട്ടുകളാണ് പലതും. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എണ്ണം വളരെ കുറവാണ് കാണുന്നത്. ഇതെല്ലാം എവിടെ പോയാവും.
പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ ഇപ്പോൾ തപ്പിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോസും അതിൻ്റെ വീഡിയോസും ഇതിന് മുമ്പ് ഞാൻ മറീന വാക്കിലെടുത്ത ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്ന ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട്, അതായത് ഈ കാണുന്ന ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ആ ബിൽഡിംഗ് ഒക്കെ കാണുന്നില്ലേ, അതിൻ്റെ അവിടെയും ഒരു ഇതുണ്ട്. ഇതുപോലെ തന്നെ ഒരു മറീന വാക്ക് എന്നാണ് എൻ്റെ പേര് തന്നെ. അവിടെ പോയിട്ട് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പണ്ട്. കുറച്ച് നേരം, ഒരു 10 മിനിറ്റോളം ദൈർഘ്യമുള്ളൊരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ വളരെ വളരെ കുറവാണ് ഇപ്രാവശ്യം യാട്ടുകൾ കാണുന്നത്. എന്താണോ അറിയില്ല. ഒരു ചെറിയ കറക്കത്തിന് ശേഷം ബോട്ട് പുറപ്പെടുന്നിടത്ത് വന്ന് കാത്തിരിപ്പായി. ഈ കാലാവസ്ഥയായതുകൊണ്ട് കുഴപ്പമില്ല, അങ്ങനെ പുറത്തിരിക്കാൻ പറ്റുന്നുണ്ട്. ഒരു മാസം മുമ്പൊക്കെ ആയിരുന്നു ഇതിനെപ്പറ്റി ആലോചിക്കാൻ പോലും പറ്റില്ലായിരുന്നു, അത്ര ചൂടായിരുന്നു. അങ്ങനെ ബോട്ട് പുറപ്പെടാനുള്ള സമയമായി. ഓരോരുത്തരായിട്ട് ബോട്ടിൽ കയറി തുടങ്ങി. നമ്മളും ബോട്ടിനകത്തേക്ക് കയറുകയാണ്. എല്ലായിടത്തും ഉള്ള പോലെ സുരക്ഷയുടെ ഭാഗമായിട്ട് തെർമൽ സ്കാനിങ് ഇവിടെ നിർബന്ധമാണ്. അതുപോലെ തന്നെ എല്ലാ സീറ്റിൻ്റെയും ഇടയിലുള്ള സീറ്റ് സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. വിട്ടുവിട്ടുള്ള സീറ്റുകളിൽ ഇരിക്കാൻ പറ്റുകയുള്ളൂ. ഏതാണ്ട് 130 പേർക്ക് സഞ്ചരിക്കാൻ പറ്റുന്നൊരു ബോട്ടാണിത്. 2 ക്ലാസ്സാണ് ഇതിലുള്ളത്. ഇപ്പോൾ ഈ കാണുന്ന എക്കണോമി ക്ലാസ്സാണ്. പിന്നെ ഫ്രണ്ടിലത്തെ ഡോർ തുറന്നകത്ത് കയറി കഴിഞ്ഞാൽ അവിടെ ഒരു ഫസ്റ്റ് ക്ലാസ് പോലത്തെ ഇതുണ്ട്, കുറച്ചും കൂടെ സൗകര്യങ്ങൾ കൂടിയിട്ടുള്ള ഒരു ക്ലാസ് അവിടെയുണ്ട്. കൃത്യസമയത്ത് തന്നെ ബോട്ട് കരയിൽ നിന്ന് നീങ്ങി തുടങ്ങി. ബേയിൽ നിന്ന് പുറത്തിറങ്ങി കടലിലെത്തുന്നവരെ വളരെ ചെറിയ വേഗതയിലായിരിക്കും പോവുക. കാഴ്ചയൊക്കെ ആസ്വദിച്ച് പതുക്കെ പോവാം. അതിനുശേഷം കടലിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം നല്ല വേഗതയിൽ പോകുന്ന ഒരു ബോട്ട് തന്നെയാണിത്. കുറച്ച് പോകുമ്പോൾ ഉള്ള കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ. ബോട്ടൊന്ന് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ പിന്നെ നമുക്ക് ആ പുറകിലുള്ള ഡെക്കിലേക്ക് ഇറങ്ങിയേക്കാനുള്ള പെർമിഷൻ തരും അവർ. അങ്ങനെ പെർമിഷൻ കിട്ടിയ ഉടനെ ബോട്ടിലുണ്ടായിരുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാവരും പുറത്തു വന്ന് നിപ്പായി. അവിടെ നിന്ന് ഓപ്പൺ ഡെക്കാണ്. അവിടെ നിന്ന് നല്ല കാറ്റൊക്കെ കൊണ്ട് കാഴ്ചകൾ കണ്ടു നിൽക്കാൻ നല്ലൊരു രസമുള്ള അനുഭവം തന്നെയാണ്. പിന്നെ കടലിനോട് എടുക്കും തോറും ബോട്ടിൻ്റെ വേഗത കൂടും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നല്ല വേഗതയിൽ തന്നെ ആയിരിക്കും ബോട്ടിൻ്റെ പോക്ക്. കാണുന്നതാണ് പണി കഴിഞ്ഞു വരുന്ന ദുബായ് ഐ. അതായത് ഇത് കഴിഞ്ഞു വരുമ്പോഴേക്കും വേൾഡിലേക്കും വെച്ച് ഏറ്റവും ബിഗസ്റ്റ് ജെയിൻ വീൽ ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ താൽക്കാലികമായി പണി കുറച്ച് നിർത്തി വെച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട്. പക്ഷെ എന്നിരുന്നാലും ദുബായ് എക്സ്പോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇത് ഫുള്ളി ഫങ്ഷണൽ ആവുമെന്ന് തന്നെ വിചാരിക്കാം. ഇതൊരു അഡ്വഞ്ചർ സ്പോട്ടാണ് ജെറ്റ് സ്കീയിങ്. ഇത് നമുക്ക് അവിടുന്ന് റെൻറ്റ് ചെയ്യാൻ പറ്റും, ഇൻഡിപെൻഡൻ്റ് ആയിട്ടും ചെയ്യാം, അതല്ല വിത്ത് ഡ്രൈവർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷെ ഇത്രയെല്ലാം പുറത്തേക്ക് വരുമ്പോൾ ഒരു ഡ്രൈവറോട് കൂടെ വരുന്നത് തന്നെയായിരിക്കും റിസ്ക് ഇല്ലാത്ത പരിപാടി. കടലിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാഴ്ചയാണ് കടലിലേക്കുള്ളൊരു സൂര്യാസ്തമനം. ഇത് എത്ര കണ്ടാലും മതി വരില്ല എന്ന് കുറേയധികം ആൾക്കാർ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് കാണാൻ വേണ്ടി മാത്രം കടൽ തീരത്ത് പോയിരിക്കുന്ന ആൾക്കാരും ഒരുപാടുണ്ട്. ഇപ്പോൾ ബോട്ട് അതിൻ്റെ പരമാവധി വേഗതയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കാണുമ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യണ്ടോന്ന് അറിയില്ല. നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത്.
എല്ലാവരും ഇൻസ്റ്റയിലിടാനുള്ള ഫോട്ടോഷൂട്ടിലാണ് കടലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ. ഈ കാണുന്നതാണ് ദുബായിലെ ഏറ്റവും ഫേമസ് ആയ ദ അറ്റ്ലാന്റിസ് ഹോട്ടൽ. പാം ജുമേറയിലുള്ള ഹോട്ടലാണിത്. ഇവിടെ നിന്നാണ് നമ്മൾ യൂട്ടേൺ അടിച്ച് തിരിച്ച് കരയിലേക്ക് തന്നെ പോവുക. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സൂര്യാസ്തമനം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ക്രൂസ് പാർട്ടി കഴിഞ്ഞ് മടങ്ങുന്ന ഒരു സംഘം ആളുകൾ. അങ്ങനെ ഇന്നത്തെ യാത്ര ഏതാണ്ട് തീരാറായി. ബോട്ട് വീണ്ടും കരയിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ദുബായ് എങ്ങ് ദൂരെ. അടുത്ത റൗണ്ട് ട്രിപ്പായി പോകുന്ന ആർടിയുടെ ബോട്ടാണ് ആ പോണത്. ഇത് മറ്റൊരു ട്രഡീഷണൽ ഡൈനിങ് ക്രൂസ് ബോട്ട്. അങ്ങനെ യാത്ര കഴിയാറായതോടുകൂടെ ഡെക്കിൽ നിന്ന് എല്ലാവരും തിരിച്ച് ബോട്ടിലേക്ക് തന്നെ കയറി. ഇന്നത്തെ യാത്രയെ പറ്റിയുള്ള അവലോകനം നടത്തുകയാണ് നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ. ബോട്ട് കരയ്ക്കെടുത്തു. നല്ലൊരു യാത്രയുടെ ഓർമ്മകളുമായി തിരിച്ച് കരയിലേക്ക്. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായി മറീനിലെ കുറച്ച് രാത്രി കാഴ്ചകൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും എല്ലാം നിർലോഭം വാരി വിതറുമെന്നുള്ള പരിപൂർണ വിശ്വാസത്തോടുകൂടെ താങ്ക് യു, ബൈ ബൈ. അടുത്ത വീഡിയോയുമായി എത്രയും പെട്ടെന്ന് വീണ്ടും കാണാം.